ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വരച്ച കുറച്ച് പഴയ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ചിത്രകലയുടെ പുറകിലെ കഥയും പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ പുസ്തകങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതത്ര വലിയ പഴയ ചിത്രങ്ങളല്ല എന്നത്. ശരിയാണ് ഗൈസ്, ഞാനൊരു 3ാം ക്ലാസ് മുതൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഒരു 9ാം ക്ലാസ്സൊക്കെ എത്തിയോട് കൂടിയിട്ട് എനിക്ക് വരയ്ക്കാൻ സാധിക്കാതെയായി എന്നല്ല, എന്നെ വരയ്ക്കാൻ സമ്മതിക്കാതെയായി, അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം പിന്നീടുള്ളത് 10ാം ക്ലാസ് ആണല്ലോ. എല്ലാ വീട്ടുകാരെ പോലെ തന്നെ എൻ്റെ വീട്ടിലും പറഞ്ഞിരുന്നു 10ാം ക്ലാസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആണെന്നുള്ളത്. ഞാൻ വളരെയധികം പേടിച്ച് പോയതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. സമയം കിട്ടാറില്ല എന്നതാണ് സത്യം. +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, D.Ed കഴിഞ്ഞു. അങ്ങനെ കുറച്ചധികം നാളുകൾ കഴിഞ്ഞപ്പോൾ D.Edലെത്തി അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് സമയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടാണ് ഞാൻ രണ്ടാമതായിട്ട് വരയ്ക്കാനായി ആരംഭിച്ചത്. ഞാൻ രണ്ടാമത് വരയ്ക്കാൻ ആരംഭിച്ച സമയത്തെ ഡ്രോയിങ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ പഴയകാല ഡ്രോയിങ് ചിത്രങ്ങളൊന്നും നിലവിൽ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പോർട്രേറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത് ഗൈസ്. ജീവിതത്തിൽ പ്രാക്ടീസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഞാൻ കുറേ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി ഗൈസ്. പണ്ട് ഞാൻ മനോഹരമായി വരച്ചിരുന്ന ചിത്രങ്ങൾ പോലും എനിക്കിപ്പോൾ കോൺഫിഡൻസോട് കൂടി വരയ്ക്കാൻ സാധിക്കാത്ത ആ ഒരവസ്ഥയിലേക്ക് മാറിയിരുന്നു. കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. പക്ഷേ ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഡേ ബൈ ഡേ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ ചിത്രം ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ഇൻഫ്ലുവൻസറാണ്, ദേവു എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഞാൻ ഈ ചിത്രം വരച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടി കമൻറ്റിടുകയും അതുപോലെ തന്നെ സ്റ്റോറി ഇടുകയൊക്കെ ചെയ്തുമായിരുന്നു. നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ ആള്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ അജിൻ ബ്രോ ആണ്. അജിൻ ബ്രോ വളരെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഈ ചിത്രത്തെക്കുറിച്ചൊക്കെ ആൾ വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സ്റ്റോറി ഇടും, എന്നെ മെൻഷനാക്കിയൊക്കെ ചെയ്തിരുന്നു. ആക്ച്വലി ഇതൊരു കാർട്ടൂൺ ഡ്രോയിങ് ആണ്, ഞാനൊരു കാർട്ടൂൺ സ്കെച്ചിങ് ആണ് ആളെതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. അങ്ങനെയാണ് പിന്നീട് ഞാൻ ചിത്രങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയത്. ഇതെല്ലാം ഞാൻ സ്റ്റുഡൻസ് വാട്ടർ കളർ വെച്ച് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ആർട്ടിസ്റ്റ് ലെവലിൽ വാട്ടർ കളർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്നുള്ളത്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഈ വാട്ടർ കളറിൻ്റെ കേക്കാണ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. എനിക്ക് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ഈ ചിത്രങ്ങളെല്ലാം ഞാനൊരു മിനി വീഡിയോ പോലെ തയ്യാറാക്കാനായിട്ട് ചെയ്തിട്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് ഭാഗം വേറെ ബുക്കിലാണ് കേട്ടോ, 2-3 ഇതിലുണ്ടാവത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ കുറച്ച് ഭാഗങ്ങളുള്ള പുസ്തകം എന്ന്, അത് ഈ പുസ്തകമായിരുന്നു കേട്ടോ ഗൈസ്. ഇതെല്ലാം ഞാൻ പേന വെച്ച് ചെയ്തിട്ടുള്ളതാണ്. D.Ed കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറേ കളർ പെന്നുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ 10 രൂപയുടെ കളർ പെന്നുകളും അതുപോലെ ക്രയോൺസ് എല്ലാം വെച്ച് പിന്നീട് ഞാൻ ചെയ്ത ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ സ്കെച്ചിങ്ങിൻ്റെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. എന്നിരുന്നാൽ കൂടിയും പരീക്ഷിച്ചതല്ലേ എന്ന് വെച്ച് ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഈ കാണുന്ന ചേട്ടൻ നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ്. ആൾ വലിയൊരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ആളും വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ വരച്ച ആ ഫോട്ടോയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഡാൻസേഴ്സിൻ്റെ ചിത്രങ്ങൾ വരച്ചിരുന്നുവെന്ന്. അതിലെ ബാക്കിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോയിങ്ങിൽ തുടക്കക്കാരാരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറ്റൊരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഡെയിലി ഡ്രോയിങ് സ്കെച്ചിങ് മുടക്കാതെ ഇരിക്കുക. ഡെയിലി സ്കെച്ചിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അത് നിങ്ങളുടെ ജീവിതത്തിലെ ഡ്രോയിങ്ങിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. എനിക്ക് എൻ്റെ വലിയൊരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഡ്രോയിങ്ങിൽ സ്കെച്ചിങ് സമ്മാനിച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ട്രസ്റ്റ് മീ ഗൈസ്, ഡെയിലി പ്രാക്ടീസ് കൊണ്ട് നമുക്ക് മാജിക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.